സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ. നന്മ നിറഞ്ഞ മനസ്സുകളാവണം കാരുണ്യമെന്നുമെൻ ഹൃത്തിൽ തുളുമ്പണം. പദങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന ശ്രീ ജയകുമാറിന് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പത്മരാഗത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്ന അടുത്ത അതിഥി ശ്രീ ജയകുമാർ ചന്ദിരൂർ. നല്ലൊരു കവിയും ഒരു പാചകക്കാരനും ഗായകനും അങ്ങനെ നിരവധി മേഖലകളിൽ അദ്ദേഹത്തിന്റെ കഴിവ് തെളിച്ചിട്ടുള്ള ഒരു വലിയ പ്രതിഭയാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. ശ്രീ ജയകുമാറിന് പത്മരാഗത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. വീട് ചന്ദിരൂരാണല്ലേ? ചന്ദിരൂര്, അരൂരിനടുത്ത്, അരൂർ പഞ്ചായത്തിന്റെ. ജയകുമാർ നല്ലൊരു പാചകക്കാരനാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. എപ്പോൾ മുതലാണ് ഈ പാചകമൊക്കെ തുടങ്ങിയത്? അപ്പോൾ പാചകം എന്ന സാധനം എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല. പ്രൊഫഷണലായിട്ട് ഇപ്പോൾ സദ്യയൊക്കെ ചെയ്യുന്നുണ്ട്. സദ്യ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ തന്നെ ഞങ്ങളൊരു അമ്മുമ്മ ഉണ്ടായിരുന്നു. ഈ അമ്മ എന്ന് പറഞ്ഞാൽ അന്ന് ബന്ധു കൂടിയാണ്. അപ്പം അവിടെ അമ്മ മരിക്കുമ്പോൾ അവിടെ തീരെ പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ സഞ്ചയനമൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, അദ്ദേഹം അവിടെ പോയിട്ട് വന്നിട്ട് പറഞ്ഞാൽ അവിടെ അവർക്ക് അടിയന്തരം നടത്തണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ പാവങ്ങളാണ്, അവർക്ക് നിവർത്തിയില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്ത് സഹായിക്കണം. അപ്പം നിനക്കത് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ ഇപ്പോൾ സദ്യയൊക്കെ ആദ്യമായിട്ട് അതെങ്ങനെ ചെയ്യാം, ഇപ്പോൾ ഇത്ര ആൾക്കാർക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെ അതെ വീടുകളിൽ ഉണ്ടാക്കുന്ന പോലെയല്ലേ, അത് സാരമില്ല, നീ ചെയ്ത് നോക്ക് എന്ന് പറയാം. അങ്ങനെ അത് ചെയ്തു. നിരവധി കല്യാണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കല്യാണത്തിന് ഈ പാചകക്കാരൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉറക്കമുളച്ചിങ്ങനെ ഇരിക്കും. കുറച്ച് നേരം ഒന്ന് അങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അപ്പോഴും കുറ്റം പോകുന്നു, അയ്യോ ഇത് ആ നേരത്തെ അവരെന്തായിരിക്കും ചെയ്തത് എന്നുള്ള ആ ഒരു ഇതായിരുന്നു. അപ്പോൾ ആ ഒരു താല്പര്യത്തിൽ അങ്ങനെ പഠിച്ചു. പാചകക്കാരൻ കൂടിയായ ഒരു സാഹിത്യകാരൻ, ഗായകൻ, അങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് ഉടമയാണ് ശ്രീ ജയകുമാർ. ആദ്യമായി പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ഗാനത്തിലേക്ക് പോകാം. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ. സുറുമയെഴുതിയ മിഴികളെ. നമ്മൾ പാചകത്തിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു അല്ലെ? ഒരുപാട് കല്യാണ വീടുകളിലൊക്കെ ചെയ്തിട്ട് പോയി. ജയകുമാർ അല്ലാതെ എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ സ്പ്രേ പോളിഷിങ്, പെയിന്റിങ്, സ്പ്രേ പോളിഷ്, പിന്നെ മരത്തിൻ്റെ പണിയുണ്ട്, അമ്പലത്തിൻ്റെ ഒക്കെ വർക്കുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ സ്ഥപതിയാണ്, നേരത്തെ പറഞ്ഞ മൂത്ത ജ്യേഷ്ഠ സ്ഥപതിയാണ്. അപ്പോൾ അദ്ദേഹം നിരവധി അമ്പലങ്ങളുടെ സ്ഥപതി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മകൻ ശ്രീകർമ്മ ആയിട്ട് കൂടി ചേർന്ന് അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോളിഷിൻ്റെ വർക്കാണ്. അപ്പോൾ അത് കാരണം സ്വന്തമായിട്ട് എൻ്റെ വർക്ക് വരുമ്പോൾ ഞാൻ അതിലേക്ക് മാറും. പിന്നെ ഇതിൽ അർജൻറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് എന്തെങ്കിലും വരുമ്പോഴോ അങ്ങോട്ട് പോകും. അവർ രാവിലെ തുടങ്ങുന്ന ജോലിയാണ്. രാവിലെ 8 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 8 മണിക്ക് അല്ലെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ആഹാരമൊക്കെ ആയിട്ട് പണിസ്ഥലത്തേക്ക് പോകും. അവിടുന്ന് പകലന്തിയോളം ജോലി ചെയ്യും, കഷ്ടപ്പെട്ട് തീർത്ത് കുളിച്ച് വന്ന് വൈകുന്നേരം പാചകത്തിന് കല്യാണ വീട്ടിലേക്ക് പോകും അല്ലേ? ഇതൊക്കെയാണ് ജയകുമാർ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിനചര്യ അല്ലേ?
വലിയൊരു കുടുംബമാണല്ലേ ജയകുമാറിന്റെ? ആ, എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയൊരു കുടുംബമായിരുന്നു. 9 മക്കളായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇപ്പോൾ എനിക്ക് 2 മക്കളാണ്. അപ്പോൾ ഈ 2 മക്കളെ നമ്മൾ അവരെ പരിപാലിച്ചുകൊണ്ട് വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഈ 9 മക്കളെ എങ്ങനെ അവർ പരിപാലിച്ച് കൊണ്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതൊരു വലിയൊരു കാര്യമാണ്. അമ്മ ഒരുപാട് അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ 2 മക്കളും വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞല്ലേ? ഒരാള് ഇപ്പൊ ബിടെക് കഴിഞ്ഞു, ജോലിക്ക് ഒരാണ് ഒരു പെണ്ണല്ലേ? മൂത്തവരും ബിടെക് കഴിഞ്ഞു. അല്ല, ഇളയാൾ ബിടെക് 2ാം വർഷം ആയതുള്ളൂ. ഓക്കെ, അവരിലേക്ക് വരാം. അപ്പോൾ ജയകുമാറിന്റെ ഒരുപാട് കലാവൈഭവങ്ങൾ നമുക്ക് അറിയാനിരിക്കുന്നു. ഈ പാചകത്തിനൊക്കെ പോകുമ്പോൾ ഒരുപാട് റിസ്ക് ഉള്ള ഒരു സംഭവം. തീർച്ചയായും രാത്രിയൊക്കെ ഉറക്കുന്നൊന്നും കാര്യങ്ങളൊക്കെ കഷ്ടപ്പെടുകയല്ല. കാരണം ജയകുമാർ പകലൊക്കെ ഈ പോളിഷിന്റെ പരിപാടിയൊക്കെ പോയി വൈകുന്നേരമാണ് പാചകത്തിന്. അപ്പം ശരിക്കും ശരീരം ക്ഷീണിക്കില്ല? ക്ഷീണിക്കും, പക്ഷെ അതൊരു ലഹരിയാണ്, ഒരു ത്രില്ലല്ലേ. അതിന്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കുറെ ആളുകൾക്ക് സദ്യ ആഹാരം നൽകുന്ന ഒരു കാര്യം. അതെ, ഇപ്പം സദ്യ കഴിച്ചുമ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളൊരു സുഖം. എന്നാൽ ഇപ്പൊ ഇത്തിരി കുറഞ്ഞു പോയി കേട്ടോ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ സ്വീകരിക്കണം. അപ്പൊ അത് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അതിന്റെ എന്താണ് അതിന്റെ കുറവെന്ന് വെച്ചാൽ മെയിൻ സംഗീതം പോലെ ഒരു ലഹരി തന്നെയാണ്. അവരുടെ മുഖത്ത് വരുന്ന സന്തോഷം കാണുമ്പോൾ നമുക്ക് സന്തോഷം. അതെ അതെ. വീട്ടിലാണെങ്കിലും വെളുപ്പിന് എഴുന്നേറ്റ് ഇപ്പൊ വൈഫിനെ പോലും നോക്കാണ്ട് ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് എല്ലാം കൊണ്ട് ചെയ്യും എന്നുള്ളതാണ്. ജീവൻ അതൊരു ബുദ്ധിമുട്ടൊന്നും അല്ല. കാരണം തീർച്ചയായിട്ടും അധ്വാനം ഒരു ബുദ്ധിമുട്ടല്ല. ഇതിലിടയ്ക്കൊക്കെയാണ് ഈ കവിതയും മറ്റ് സംഗീത പരിപാടിക്കൊക്കെ ജയകുമാർ സമയം കണ്ടെത്തുന്നത് അല്ലേ? എങ്ങനെയാണ് ഈ കവിത എഴുതാനൊക്കെ ഉള്ള ഒരു പ്രചോദനം? എവിടെ നിന്നാണ്, എപ്പോഴാണ് തുടങ്ങിയത് ജയകുമാറിന് ഈ സാഹിത്യ വാസനകൾ എപ്പോഴാണ് ആരംഭിക്കുന്നത്? ചെറുപ്പത്തില്, അതായത് സ്കൂൾ തലത്തില് മുതല് ഈ കുട്ടികളുടെ കവിതകൾ, കഥകളൊക്കെ എഴുതി. ഇപ്പോൾ പൂമ്പാറ്റ, ബാലരമ തുടങ്ങിയ മാസികൾ, തത്തമ്മ അല്ല ഈ തേനരുവി തുടങ്ങിയ മാസികളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതേ തുടർന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു കഥ പ്രസിദ്ധീകരിക്കുന്നത്. അത് തെക്കൻ നാടെന്നും ഒരു തിരുവനന്തപുരം തുടങ്ങിയൊരു വാരികയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചന്ദ്രൂർ താഹ, അദ്ദേഹം സാഹിത്യകാരനാണ്, അദ്ദേഹം മുഖേനയാണ് അത് പ്രസിദ്ധീകരിച്ചത്. പിന്നെ അതിനുശേഷം ഡിഗ്രി തലത്തിലേക്ക് വരുമ്പോൾ മാഗസിനുകളിൽ, വേറെ മാഗസിനിലൊക്കെ എഴുതി. പിന്നെ ഒരു കോളേജ് മാഗസിനിൽ അങ്ങനെ എഴുതി. ഞാൻ SN കോളേജ് ചേർത്തല. കോളേജിലെ സ്റ്റാർ ആയിരുന്നോ? കോളേജിൽ സ്റ്റാർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഡിഗ്രി തലത്തിലേക്ക് ഒരു പുസ്തകമൊക്കെ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അത് അല്ലേ? അവിടെ നിന്ന് തുടങ്ങി ജയകുമാറിന്റെ കലാവാസന അല്ലേ? പിന്നെ ഒട്ടനവധി പുസ്തകങ്ങൾ എഴുതാനൊക്കെ പറ്റിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് കഥകൾ എഴുതി. ഒരു കഥാസമാഹാരം ഈ 2 വർഷം മുമ്പ് ഒരു കഥാസമാഹാരം ഇറങ്ങി. അപ്പുണ്ണിമാഷും കുറെ ആവലാദികളും എന്നും പറഞ്ഞാണ് അതിന്റെ കഥയുടെ പേര്. എത്ര കഥകളാണ് അത്? 17 കഥകൾ, 17 ചെറുകഥകളാണ്. അപ്പുണ്ണിമാഷും കുറെ ആവലാദികളും. ഭാഷാ ബുക്സ് ആണ് അത് പ്രസിദ്ധീകരിച്ചത്. ഭാഷാ ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്, നിങ്ങൾക്ക് ഏവർക്കും വാങ്ങി വായിക്കാം. അദ്ദേഹത്തിന്റെ അപ്പുണ്ണിമാഷും കുറെ ആവലാദികൾ എന്ന ഒരു കഥാപുസ്തകത്തിലെ ഒരു വരി ഇങ്ങനെയാണ്: ഓലക്കീറിനിടയിലൂടെ ഇറ്റുവീഴുന്ന മഴവെള്ളം നോക്കി മലർന്നു കിടന്നു. ഓലക്കീർ എന്താണെന്ന് പുതിയ തലമുറക്ക് അറിയില്ല. പഴയ തലമുറയിൽപ്പെട്ടവർക്ക് അതൊരു ഗൃഹാതുരത്വവുമാണ്. പദങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന ശ്രീ ജയകുമാറിന് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. എൻ്റെ പേര് കമൽ. ഞാൻ ചന്ദ്രൂർ മായ എന്ന കലാ സാംസ്കാരിക സംഘത്തിലെ ഒരു പ്രവർത്തകനാണ്. ചന്ദ്രൂർ എന്ന ഗ്രാമത്തിലെ പ്രതിഭാധനനായ ഒരു കലാകാരനാണ് ശ്രീ ജയകുമാർ. കവി, കഥാകൃത്ത്, ഗായകൻ, നടൻ, മരത്തിൽ ശില്പചാലനം തീർക്കുന്ന കലാകാരൻ. ജയകുമാർ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കലകളുടെ ഒരാവനാഴിയാണ്. പുതിയ ഒരു സമാഹാരം പണിപ്പുരയിലാണ്. ഇടനാഴിയുടെ അറ്റത്ത്. അത് എത്ര കഥകളാണ്? അത് 21 കഥകളുണ്ട്. 21 കഥകളുടെ ഒരു സമാഹാരം പണിപ്പുരയിലാണ്. അതെ, നിസ്സാരക്കാരനല്ല അല്ലേ? കൂട്ടത്തിൽ സംഗീതമുണ്ട് അല്ലെ? ഇപ്പൊ നിങ്ങളൊരു ഗാനം കേട്ടു. എത്ര ഹൃദ്യമായിട്ടാണ് ആ ഗാനം നിങ്ങൾക്ക് ആലപിച്ചത്? കോളേജ് തലത്തില് എവിടം വരെ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റി? MA കംപ്ലീറ്റഡ് ആണ്. MA മലയാളം. SN കോളേജ് തന്നെയാണ്? അല്ല, SN കോളേജിൽ ഡിഗ്രി ആയിരുന്നു, BA പോളിറ്റിക്സ് ആയിരുന്നു. MA ചെയ്തത് എറണാകുളം ഓൾ സയൻസ് കോളേജിലാണ് അല്ലേ? ഓൾ സയൻസ് കോളേജിൽ എന്തെങ്കിലുമൊക്കെ സംഭാവനകളുണ്ടോ? ഓൾ സയൻസ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ ഈ പാരൽ കോളേജാണ്. പാരൽ കോളേജിൽ തലത്തിൽ നടത്തിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അതിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഥയ്ക്കും കഥാരചനയ്ക്കും കിട്ടിയിട്ടുണ്ട്, സംഗീതത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അന്ന് എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായത് ബിജുനാരായണനൊക്കെ അന്ന് എൻ്റെ കൂടെയൊക്കെ മത്സരിക്കാറുണ്ട്. അദ്ദേഹമൊക്കെ ടോപ്പ്. അന്നും ഞാൻ ജയകുമാറിന്റെ അച്ഛനും അമ്മയ്ക്കും ജയകുമാർ ഉൾപ്പെടെ 9 മക്കളാണ്.
ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ജീവിതവും പഠിത്തമൊക്കെ മുന്നോട്ട് പോയത് അല്ലേ? അതിനിടയിൽ ജയകുമാർ സ്വന്തം പ്രയത്നത്താൽ ജോലി ചെയ്തും അല്ലാതെയൊക്കെ ഒരു PG വിദ്യാഭ്യാസം കഴിഞ്ഞ് അതിനിടയിൽ തൻ്റെ സാഹിത്യവാസന വളർത്തി. അതിനിടയിൽ പാചകം പഠിച്ചു, സംഗീതം പഠിച്ചു, അഭിനയം പഠിച്ചു. ശ്രീ ജയകുമാർ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ സഹപാഠി ശ്രീ ഷിബു എരമല്ലൂർ എഴുതിയ ഒരു കവിത അദ്ദേഹം കമ്പോസ് ചെയ്തു. അത് വളരെ വൈറലായി. ഓണപ്പാട്ടായിരുന്നു അല്ലേ? ഓണപ്പാട്ട്. ആ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്നറിയാം. എന്തായിരുന്നു ആ സംഭവം? അത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 16 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ കൂട്ടുകാരെ എഴുതിക്കൊണ്ട് വന്നതാണ്. ഓണത്തുമ്പിക്ക് പൂവാട നെയ്യുന്ന ഓണനിലാവേ പൂനിലാവേ എന്ന് ആ പാട്ട് അങ്ങനെയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് പാടണം, ഇങ്ങനെ നീയൊക്കെ ഒന്ന് പാടി നോക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്ന, അങ്ങനെ ചുമ്മാ ക്ലാസ്സിൽ ഇങ്ങനെ മുളി ആ പാട്ട് ഫുള്ളാക്കി. അത് നിരവധി ക്ലബ്ബുകളിലും ഒക്കെ നിരവധി ആയിട്ട് ക്ലബ്ബുകളിൽ പാടി അതിന് സമ്മാനങ്ങൾ. ഇതുപോലെ സോഷ്യൽ മീഡിയ അത് ഓടി നടന്ന് ഇങ്ങനെ പാടില്ലായിരുന്നു. അന്ന് ഈ ഓണത്തിന് 2-3 ക്ലബ്ബിലൊക്കെ പരിപാടികളുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ടൈം അഡ്ജസ്റ്റ് പാടി. അതെ, സൈക്കിളിന് കൂട്ടുകാരാണെങ്കിൽ സൈക്കിളിന്റെ പുറകിൽ വെച്ചൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും പാടി എല്ലാവർക്കും അറിയാം ഈ പാട്ട്. ഇപ്പം ഈ പാട്ട് ഓണത്തിൻ്റെ സമയത്ത് മിക്ക കൂട്ടുകാരും ഈ പാട്ട് ഒന്നുകൂടി പാടിത്താ, അവിടെ പാടാനാണ് ഇവിടെ പാടാനെന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. അത് വൈറലായ പാട്ട്. താങ്കൾ ആ ഗാനം റേഡിയോയിൽ പാടിയതായിട്ട്? അതെങ്ങനെയായിരുന്നു ആ ഒരു? അത് യുവവാണി പ്രോഗ്രാം. ഞാൻ റേഡിയോയിൽ ഓൾ ഇന്ത്യ കൊച്ചി നിലയത്തിൽ കാഷ്വൽ പ്രോഗ്രാം അഡ്വൈസറായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ, ഈ യുവവാണി പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുമ്പോൾ ഏതോ ഒരു ഗ്യാപ്പ് വന്നു ആ പരിപാടിക്ക്. കുറച്ച് സമയവും കൂടിയുണ്ട്, ഒരു 3-4 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ അവിടുത്തെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് പരമേശ്വരൻ പൊറ്റി സാറായിരുന്നു. അദ്ദേഹം ജയകുമാറെ നല്ല ഫില്ല് ചെയ്യാൻ വേണ്ടി പോലെ പാട്ട് വല്ലതും കയ്യിലുണ്ടാകുന്ന ചോദിച്ചു. പുതിയ പാട്ട് വല്ലതും. ഞാൻ പറഞ്ഞു പുതിയ സാറേ ഞാൻ സംഗീതം ചെയ്തൊരു പാട്ടുണ്ട്, ഒന്ന് പാടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പാട്ട് പാടിയത്. പ്രത്യേകിച്ച് ആ ഒരു പ്രായത്തിൽ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ശ്രീ ജയകുമാർ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ തന്നെ കമ്പോസ് ചെയ്ത ഒരു ഗാനം ഓൾ ഇന്ത്യ റേഡിയോയിൽ അവതരിപ്പിക്കാൻ പറ്റുക എന്നൊരു നിസ്സാര കാര്യമല്ല. എല്ലാ അഭിനന്ദനങ്ങൾ. എന്തായാലും പ്രേക്ഷകർക്ക് ആഗ്രഹം കാണും ജയകുമാർ കമ്പോസ് ചെയ്ത ശ്രീ ഷിബു എരമല്ലൂർ എഴുതിയ ആ ഗാനം 1-2 വരി കേൾക്കാൻ. നമുക്ക് അതിലേക്ക് ഓണത്തുമ്പിക്കു പൂവാട നെയ്യുന്നു ഓണനിലാവേ പൂനിലാവേ ഓണനിലാവേ പൂനിലാവേ ഓണനിലാവേ പൂനിലാവേ തുമ്പപ്പൂക്കളാൽ താലമെടുത്തു തുമ്പികൾ നൃത്തമാടുന്നു പിഞ്ചിളം കൈകളാൽ പൂക്കളം നെയ്യുന്ന പിഞ്ചോമനകൾ നിരന്നു വട്ടം പിഞ്ചോമനകൾ നിരന്നു വട്ടം ഓണത്തുമ്പിക്കു പൂവാട നെയ്യുന്ന ഓണനിലാവേ പൂനിലാവേ ഓണനിലാവേ പൂനിലാവേ ഓണനിലാവേ പൂനിലാവേ. നമസ്കാരം, ഞാൻ കല്ലട പ്രതാപസിംഹൻ. സാഹിത്യം എഴുതാറുണ്ട്, കുറേ പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ജനനം കൊല്ലം പടിഞ്ഞാറേക്കല്ലടയിലാണ്. പക്ഷേ 82 മുതൽ ഞാൻ സ്ഥിരതാമസം ചന്ദലൂരാണ്. ഞാൻ ചന്ദലൂർ വരുമ്പോൾ ആ പരിചയപ്പെട്ട എന്നെക്കായി ഇളയതാണെങ്കിലും ഒരു പയ്യൻ AP ജയകുമാർ കഥ എഴുതും, കവിത എഴുതും, പാട്ട് പാടും, സംഗീതം കൊടുക്കും, ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ പോകും, പാചകം ചെയ്യും. പിന്നെ ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല. ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത വരദാനമാണ് ജയകുമാറിന് കിട്ടിയേക്കുന്നത്. ജയകുമാറിന് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ക്ലാപ്സിലും പാടിയിട്ടുണ്ട്. ഗസ്റ്റായിട്ട് പാടിയതാണ്. ചന്ദനത്തിൽ കളഞ്ഞെടുത്തൊരു ആ പാട്ടായിരുന്നു അത് പാടിയത്. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം മഞ്ഞു തുള്ളികൾ തഴുകിയൊഴുകും മധുരഹേമന്തം പ്രിയയോ
കാമശിലയോ നീയൊരു പ്രണയഗീതകമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. ചേർത്തല SN കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു ഗാനമേള ട്രൂപ്പ്. SN വോയിസ്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഒന്ന് പറയാം. SN വോയിസിൽ 3 വർഷം ഞാൻ ഡിഗ്രിക്ക് പഠിച്ച 3 വർഷം പാടുമായിരുന്നു. അപ്പോൾ യുവജനോത്സവം, പിന്നെ അതല്ലാണ്ട് എന്തെങ്കിലും ഇടയ്ക്ക് വേറെ കോളേജിലത്തെ പരിപാടികൾ അതിലൊക്കെ പാടിയിട്ടുണ്ട്. വിരിയും പൂങ്കിനാവുമായി ചാരേ നിന്നു തപസ്വിനി, വിരിയും പൂങ്കിനാവുമായി ചാരേ നിന്നു തപസ്വിനി, പുളകത്തിൻ സഖിയായി വിരിമാറി കുളിരായി 7 സ്വരങ്ങൾ പാടാ വന്നു ഗായകൻ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാ തെളിമാനം പൂത്ത നിശീധിനിയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ലലലാലാലാ എൻ മനസ്സിൻ താഴ്വരയിൽ. പ്രേക്ഷകരറിയാത്ത ഒരു കാര്യം കൂടെ, മിമിക്രി കലാകാരൻ കൂടിയാണ് അല്ലേ? ആ വിശേഷങ്ങൾ. മിമിക്രി ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വൈഫിന് പോലും അറിയാൻ പറ്റില്ല ഞാൻ മിമിക്രി ചെയ്തിട്ടുണ്ടെന്ന്. കാരണം ഞാനത് പണ്ടത്തെ ക്ലബ്ബുകളിൽ ഇതുപോലെ ഓണപരിപാടി നടത്തുന്ന ക്ലബ്ബുകളിൽ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല. അതിൽ അന്ന് പ്രേം നസീറിൻ്റെ സംഭാഷണമൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം ഇന്ന് വർഷങ്ങളായില്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ശരി. പ്രിയമുള്ള നാട്ടുകാരെ, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഇവിടെയുള്ള ജനതയാകെ നെട്ടോട്ടം ഓടുന്നത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മലയാള സിനിമാ വേദിയിൽ ഒരു പൊട്ടൻ്റെയും ഭ്രാന്തൻ്റെയും വരവേഷം കിട്ടിയ എനിക്ക് ഒരു മുഖ്യമന്ത്രിയായി വേഷമിടാനും ഒട്ടും വിഷയമുണ്ടാവില്ല. നിങ്ങളെന്നെ വിജയിപ്പിക്കണം. എനിക്ക് ശേഷം എൻ്റെ മകൻ ഷാനവാസിൻ്റെയും. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. നന്ദി ചെയ്താൽ പിന്നെ ഇതുവരെ ചെയ്തിട്ടില്ല, അറിയില്ല. സകലകല വല്ലഭനാണല്ലോ, എല്ലാം ഉണ്ട്, ഒന്നും ഇല്ലാത്തതില്ല അല്ലേ? എല്ലാം കയ്യിലുണ്ട്. കോളേജിന്റെ ഗാനമേള ട്രൂപ്പിലൊക്കെ കത്തി നിന്ന സമയത്തൊക്കെയാണ് ഒരു കഥ എഴുതി അല്ലേ? റേഡിയോ യുവവാണിയിലെ ഒരു കഥ അവതരിപ്പിച്ചോ അങ്ങനെ എന്തോ ഒരു. അതെ. അതൊന്ന് പറയാമോ? അത് ഒരു കർക്കിടവാവിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞൊരു കഥയാണ്. അത് യുവവാണിയിലേക്ക് ചുമ്മാ ഒന്ന് അയച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് അവർ സെലക്ട് ചെയ്തു. സപ്രു, PV ചന്ദ്രൻ, അങ്ങനെ 2 കൂട്ടുകാരുണ്ടായിരുന്നു. അവർ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. ഇന്നൊക്കെ ആകാശവാണിയുടെ പ്രോഗ്രാമുകളൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. ആകാശവാണിക്ക് ഇന്നും ആ പ്രസക്തി ഉണ്ട് അല്ലേ? അതുകൊണ്ട് പഴയ പാട്ടുകളും റേഡിയോയും എനിക്ക് ഭയങ്കര, പഴയ പാട്ടുകൾ കൂടുതൽ ഇഷ്ടമായിരിക്കും. നമുക്ക് വീണ്ടും കുടുംബവിശേഷങ്ങളിലേക്ക് പോകാം. അച്ഛനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛൻ എന്ത്? അച്ഛൻ്റെ പേര് പത്മനാഭൻ ആചാര്യ എന്ന പേര്. അദ്ദേഹം ഒരു നാട്ടിലറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. സ്ഥപതി, പല ക്ഷേത്രങ്ങളിലേക്ക് സ്ഥപതിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതുപോലെ വർക്കിന് പോയിട്ടുണ്ട്. അതുകൊണ്ട് പണിയോട് അങ്ങനെ ഒരു മടുപ്പ് തോന്നിയിട്ടില്ല. അത് അദ്ദേഹം അങ്ങനെ നമ്മളെ ശീലിപ്പിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ദുശീലമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഇത്രയും മക്കളെ പോറ്റി വളർത്തി വലുതാക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹം അച്ഛനും ഗായകനായിരുന്നു അല്ലേ? അച്ഛൻ പാടുമായിരുന്നു, എഴുതുമായിരുന്നു. അച്ഛൻ പാടിയ കീർത്തനങ്ങൾ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പാടുമായിരുന്നു. അദ്ദേഹം തന്നെ സംഗീതം ചെയ്ത പാട്ടുകളൊക്കെ. ഒരുപാട് പാട്ടുകൾ വേറെ കമ്പോസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഭക്തിഗാനങ്ങളും അല്ലാണ്ട് ലളിതഗാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ വൈറലായിട്ടുണ്ടോ? ശ്രീ മധു ബാലകൃഷ്ണൻ ഇദ്ദേഹം രചിച്ച ഒരു ഗാനം പാടി ആ വീഡിയോ വളരെ വൈറലായ ഒരു വീഡിയോ ആണ്.
മനോരമ മ്യൂസിക്കാണത് പുറത്തിറക്കിയത്. ആ പാട്ട് ഇങ്ങനെയാണ്: നന്മ നിറഞ്ഞ മനസ്സുകളാവണം, കാരുണ്യമെന്നുമെൻ ഹൃത്തിൽ തുളുമ്പണം, സ്നേഹം നിറയുന്ന വാക്കുകളാവണം, സാന്ത്വനമെന്നുടെ ഭാവമായി തീരണം, നന്മ നിറഞ്ഞ മനസ്സുകളാവണം, കാരുണ്യമെന്നുമെൻ ഹൃത്തിൽ തുളുമ്പണം. അങ്ങനെയാണ് ആ പാട്ട് പോകുന്നത്. നല്ല പാട്ടാണ് അല്ലേ? ആ സാഹചര്യം എന്താണ്? ശ്രീ മധുബാലകൃഷ്ണൻ താങ്കളുടെ ഒരു ഗാനം ആലപിച്ചെന്ന് പറഞ്ഞല്ലോ. ആ ഒരു സാഹചര്യത്തെ കുറിച്ചൊന്ന് പറയാം. ആരൊക്കെയാണ് അതിന് പിന്നിൽ സഹായിച്ചിട്ടുള്ളത്? അത് ഞാൻ ഫേസ്ബുക്കിൽ ആ പാട്ടിൻ്റെ അതിലേക്ക് ഇട്ടതാണ്. അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടത് യൂട്യൂബിലൊക്കെ വാട്സപ്പിലൊക്കെ അങ്ങനെ കയറി പോയി. അതിന് യാദൃശ്യമായിട്ട് എൻ്റെ കൂട്ടുകാരൻ, അദ്ദേഹം മനോരമയിലാണ്, ജെലിൻ ജോബ്, അദ്ദേഹം കണ്ടു. അദ്ദേഹം എന്നെ വിളിച്ചു ആ പാട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ മനോരമ മ്യൂസിക് ആ പാട്ടെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു. പിറ്റേ ദിവസം തന്നെ റെക്കോർഡിങ് ആയിരുന്നു. ഒറ്റ ദിവസം ഉണ്ട്. അപ്പം ഞാൻ തിരുവനന്തപുരത്താണ്. ഞാൻ അമ്പലത്തിൻ്റെ വർക്ക്, ചേട്ടൻ്റെ കൂട്ടത്തിൽ അമ്പലത്തിൻ്റെ വർക്ക് തിരുവനന്തപുരത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് എറണാകുളത്ത് വന്നു റെക്കോർഡ് ചെയ്തു. വളരെ സന്തോഷം. അപ്പോൾ അതിനകത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് സെൻറ്റ് സ്കൂളാണ്. അവിടെ എൻ്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു, ഷൈനി ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസ് ചെയ്തത്? മനോരമ പ്രൊഡ്യൂസ് ചെയ്തത്. നല്ലൊരു ടൈറ്റിലും കിട്ടി അല്ലേ? മനോരമ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ആൽബത്തിലെ ഒരു പാട്ടിന് രചനയും സംഗീതവും നിർവഹിക്കാൻ ശ്രീ ജയകുമാരൻ ചന്ദ്രൂരിന്, അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി എന്ന് പറയുന്നതിൽ എനിക്കും അഭിമാനമുണ്ട്. ഈ ഭാഷാ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകങ്ങൾ കൂടാതെ മിനിക്കഥകളൊക്കെ കുറെ എഴുതിയിട്ടുണ്ട്. മിനിക്കഥകൾ കുറെ എഴുതി. അതൊരു സമാഹാരത്തിനുള്ള മിനിക്കഥകളുണ്ട്, പക്ഷെ അത് ഒന്നും സോർട്ട് ചെയ്ത് വെച്ചിട്ടില്ല. അത് ഈ ഒറ്റവരി കഥകൾ അങ്ങനെ അതിൽ വളരെ പഴമൊഴി എന്നാണ് ആ കഥയുടെ പേര്. തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല എന്ന പഴമൊഴി കേട്ട് ഈ പിള്ളയെ ചവിട്ടി കൊന്നവൾ സമാധാനിച്ചത് തള്ള ചവിട്ടിയാൽ പിള്ള ചാകും എന്നൊരു പഴമൊഴി ഇല്ലല്ലോ എന്നോർത്താണ് ആ കഥ. ജയകുമാറിന്റെ ജീവിതത്തിലെ ഒരു റെസ്റ്റ് ടൈം എന്ന് പറയുന്നില്ല. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോകും അല്ലേ? അതെ. പിന്നെ വൈകുന്നേരം പാചകങ്ങൾ മിക്കവാറും കാണും. അപ്പൊ ഈ സമയത്ത് എപ്പോഴാണ് ഈ കഥാതന്തുക്കളൊക്കെ മനസ്സിലേക്ക് കയറുന്നത്? അതൊരു വലിയൊരു ചോദ്യമാണ് സാറേ. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു സ്പാർക്കാണ്. കഥയെന്ന് പറഞ്ഞാൽ ഒരു സ്പാർക്കായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. ആ സ്പാർക്കിലായിരിക്കും അതിങ്ങനെ കത്തി വേണ്ടത്. ചിലപ്പോൾ ഒരു വരിയായിരിക്കും, ചിലപ്പോൾ നല്ല ഇഷ്ടമുള്ള ഒരു വരി അതായിരിക്കും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. പക്ഷേ ഈ ചിലപ്പോൾ ഈ പാചകത്തിൻ്റെ സമയത്തൊക്കെ, അതായത് ഈ പണിയുടെ സമയത്തൊക്കെ നമുക്കിത് എഴുതി വെക്കാൻ മാർഗമൊന്നുമില്ല. നമ്മളിത് ഇങ്ങനെ തലയിലിങ്ങനെ കൊണ്ടു നടക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അങ്ങോട്ട് വിട്ടു മറന്നു പോകും. പിന്നെ ഭയങ്കര നിരാശ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം. മുളകും ഉപ്പും ഒക്കെ ഇടുമ്പോൾ അപ്പൊ അത് ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മുടെ ഈ ത്രെഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ ആ ഒരു കഥയാണ് അങ്ങോട്ട് പോയത്. ഉപ്പിടാൻ മറന്നുപോയ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരൊക്കെ ഇപ്പൊ കൂട്ടത്തിലുള്ളവർക്കൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടൊക്കെ നമ്മള് പുറത്തേക്ക് കൊടുക്കുകയുള്ളൂ. അതിലൊരു കഥയാണ്. അതെ അതെ. ഓരോ പാചകവും ഓരോ കഥയാണ്, ഓരോ മിനി കഥകളാണ് ശ്രീ ജയകുമാറിന്റെ. MA മലയാളം PG കഴിഞ്ഞല്ലേ? PG വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ എന്തായിരുന്നു അടുത്ത? വേറെ ഗൾഫിൽ എവിടെയൊക്കെ പോയത്? ഗൾഫിൽ PG വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ നാട്ടിലെ പണിയൊക്കെ ആയിട്ട് അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗം കിട്ടാക്കനിയാണെന്നുള്ളത് തോന്നില്ല. കാരണം ഒരു ഭാഗ്യമില്ലാത്തൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം പടിവാതിൽ വരെ ചെന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു അവസരം. അത് വെറുതെ നല്ലൊരു ഭാഗ്യം ചെയ്ത ഒരു സാധാരണ മനുഷ്യനല്ല ശ്രീ ജയകുമാർ. ഓൾ ഇന്ത്യ റേഡിയോയിൽ ഞാൻ 3 വർഷം കാഷ്വൽ പ്രോഗ്രാം അനൗൺസറായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റും എന്നൊക്കെ കരുതിപ്പോയി. പക്ഷെ അവരെ ആപ്ലിക്കൻസ് ഇങ്ങനെ കൂടിയപ്പോൾ ഞങ്ങൾ ആദ്യ ബാച്ചായിരുന്നു. ആപ്ലിക്കൻസ് കൂടിയപ്പോൾ ഏജ് ലിമിറ്റ് വന്നു. വന്നപ്പോൾ നമ്മൾക്ക് ഔട്ടായി. എന്നാലും അവിടെ നിന്ന് കുറേ കഥകളും കവിതകളും എഴുതാനങ്ങളൊക്കെ പ്രക്ഷേപണം ചെയ്തു. അല്ല ഗൾഫിലല്ല, ഇപ്പൊ നാട്ടിൽ വെച്ചാൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ. അതിനുശേഷം കല്യാണത്തിന് ശേഷം 2008 ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. 2014 വരെ. അപ്പൊ ഗൾഫിൽ ചെന്നതിന് ശേഷം ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചു. അതെ അതെ. അവിടെ ഒരുപാട് പരിപാടി മലയാളി ക്ലബ്ബുകളും കൈരളി, സലാല, KMCC അങ്ങനെയുള്ള ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ സഹകരിച്ച് അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സാഹിത്യ ഗ്രൂപ്പുകളിലേക്ക് വളരെ സജീവ സാന്നിധ്യമാണ് ശ്രീ ജയകുമാർ. അപ്പോൾ കൊച്ചിൻ സാഹിത്യ അക്കാദമിയിലെ ഞാൻ മെമ്പറാണ്. പിന്നെ ചേർത്തല അക്ഷരജ്വാല, സർഗം, ഒരുപാട് അങ്ങനെ നിരവധി
തൂലിയോ പുറകെ നിരവധി ഒരുപാടുണ്ട്. പേര് പറയാൻ പോലും പറ്റില്ല, കാരണം അതിന് മാത്രമുണ്ട്. മറ്റു ഒത്തിരി ഉപഹാരങ്ങളൊക്കെ കിട്ടിയിട്ടില്ലേ തൃശ്ശൂർ എന്നൊക്കെ? കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് നുറുങ്ങ് സാഹിത്യ അവാർഡാണ്. എനിക്കൊരു മിനിക്കഥയ്ക്ക് സംസ്ഥാന തലത്തിൽ മത്സരത്തിൽ നുറുങ്ങ് സാഹിത്യ അവാർഡ്, അതാണ് ആദ്യമായിട്ട് കിട്ടിയത്. പിന്നെ വിദേശത്ത് ജോലി ചെയ്യുമ്പോഴാണ് പ്രവാസി മലയാളികൾക്ക് വേണ്ടി തൃശ്ശൂർ സെൻറ് തോമസ് കോളേജും അബുദാബി അലൂമിനിയും കൂടി നടത്തിയ മത്സരം, പ്രവാസി കവിതാരചന മത്സരത്തിൽ എനിക്കായിരുന്നു സമ്മാനം. വേഴാമ്പലം എന്ന് പറഞ്ഞൊരു കവിത. ക്യാഷ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് ഒത്തിരി മൊമെന്റോസ് ഒക്കെ ഉണ്ട്. ഒരു ജീവിതം കൊണ്ട് കിട്ടാവുന്ന ധനം ഇതൊക്കെയാണ് അല്ലേ? എന്തെല്ലാം അംഗീകാരമാണ് ശ്രീ ജയകുമാറിന് ഈ പ്രായത്തിനുള്ളിൽ ലഭിച്ചത്. ഗായകൻ, പാചകക്കാരൻ, സാഹിത്യകാരൻ, കഥാകൃത്ത്, അങ്ങനെ ഒട്ടനവധി വിശേഷങ്ങളാണ് ശ്രീ ജയകുമാർ. 2008 ഗൾഫിൽ പോയത് അല്ലേ? എത്ര വർഷം ഉണ്ടായിരുന്നു ഗൾഫിൽ? 6 വർഷം. ഗൾഫിൽ ചെന്ന് അവിടെ ഒരുപാട് കലാ സംഘടനകൾ, കലാപ്രവർത്തനമൊക്കെ ആയിട്ട് അവിടെയും ജയകുമാർ വെറുതെ ഇരുന്നില്ല. അവിടെ വെച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട് അല്ലേ, പ്രവാസികളെ കുറിച്ചൊക്കെ അല്ലേ? അതാണ് വേഴാമ്പൽ. വേഴാമ്പൽ എന്നുള്ള കവിത. ജയകുമാർ ആ കവിത ആലപിക്കുമായിരുന്നു, നന്നായിട്ട് ആലപിക്കും അല്ലേ? നമുക്ക് ജയകുമാറിന്റെ വേഴാമ്പൽ എന്നുള്ള കവിത നമുക്കൊന്ന് കേൾക്കാം. കവിത വേഴാമ്പൽ. അനന്തമായി നീളുമീ യാത്ര തന്നിടയിലാ, അനന്തമായി നീളുമീ യാത്ര തന്നിടയിലാ, മരുഭൂവിലകപ്പെട്ട വേഴാമ്പലാണു ഞാൻ. അനന്തമായി നീളുമീ യാത്ര തന്നിടയിലാ, മരുഭൂവിലകപ്പെട്ട വേഴാമ്പലാണു ഞാൻ. സമയക്കുറവ് മൂലം ജയകുമാറിന്റെ കവിതയുടെ പൂർണ്ണഭാഗം തുടർന്ന് പത്മരാഗത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. ജയകുമാറിന്റെ 2 മക്കളുണ്ട്. 2 പേരും ബിടെക് വിദ്യാഭ്യാസം കഴിഞ്ഞു അല്ലെ? ഒരാൾക്ക് വരുന്നത് ജോലിയുണ്ട്. മക്കൾക്ക് ഈ കലാവാസനയുണ്ടോ? മക്കൾക്ക് കലാവാസന എന്ന് ഈ പാട്ടൊന്നും അങ്ങനെ ഇല്ല. പക്ഷെ ഇളയാൾക്ക് മിനിയേച്ചർ നിർമ്മാണം, മിനിയേച്ചർ വർക്ക് അല്ലേ? അതുപോലെ തന്നെ ഈ പുള്ളി 13ാമത്തെ വയസ്സിൽ ഒരു ഡെയിലി ഫിലിം, ചെറിയ കുട്ടികൾക്കുള്ള ഒരു ഡെയിലി ഫിലിം, കഥാ സംഭാഷണ, സംവിധാനം, ക്യാമറ, എഡിറ്റിങ് എല്ലാം കൂടി ചെയ്തു. അത് യൂട്യൂബിൽ ഉണ്ട്. പ്രതിഭയാണല്ലേ? യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ? അവരും കലാകാരന്മാരായി വളരട്ടെ, നല്ല ഭാവി ഉണ്ടാകട്ടെ. അപ്പോൾ ഇത്രയും നേരം ജയകുമാറിൻ്റെ ഒട്ടനവധി വിശേഷങ്ങളും ജയകുമാറിൻ്റെ കവിതയും ഗാനങ്ങളും ഒക്കെ അറിഞ്ഞ് ഒട്ടും വിശ്രമമില്ലാത്ത ഈ തിരക്ക് പിടിച്ച ഈ ദിവസത്തിനിടയിൽ പത്മരാഗത്തിൽ വന്ന് നമുക്കൊരു ഇൻ്റർവ്യൂ തരാനും ജയകുമാറിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗാനങ്ങൾ ആലപിച്ച് പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ പത്മരാഗത്തിന് ജയകുമാറിനോട് വളരെയധികം നന്ദി അറിയിക്കുന്നു. എന്നെ ഈ പത്മരാഗത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ക്ഷണിച്ച ശ്രീ ചന്ദ്രദാസ് മാഷ്, അദ്ദേഹം വലിയൊരു ത്യാഗമാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിരവധി അറിയപ്പെടാത്ത കലാകാരികളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും അറിയുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതിൽ 100% വിജയം കൈവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുത്തത്. അദ്ദേഹത്തിനും കുടുംബത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു, നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയും ഒട്ടനവധി കലാകാരന്മാർ നമ്മളുടെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മോടൊപ്പം അവരുടെ കലാസൃഷ്ടികളും കലാവൈഭവങ്ങളും കുടുംബവിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച് നമ്മളോടൊപ്പം ചേരും. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ ഓരോ വീഡിയോയ്ക്കും പ്രേക്ഷകരുടെ സപ്പോർട്ട് വളരെ പരമപ്രധാനമാണ്. ഇതേ സഹകരണം തന്നെ തുടർന്നുള്ള എപ്പിസോഡുകളിലും എല്ലാവർക്കും ഉണ്ടാകുന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നന്ദി.